ഹാവ്ലോക്ക് ദ്വീപിൽ യാത്ര ചെയ്യാൻ 500 രൂപയ്ക്ക് സ്കൂട്ടർ ലഭ്യമാണ്. 24 മണിക്കൂർ നേരത്തേക്കാണ് 500 രൂപ. 2 ലിറ്റർ പെട്രോൾ നിറച്ചാൽ ധാരാളം മതിയാകും. കാരണം വളരെ ചെറിയ ദ്വീപാണ് ഹാവ്ലോക്ക്. ഞാനിപ്പോൾ വാട്ടർ സ്പോർട്സിന് പേരുകേട്ട എലിഫന്റ് ബീച്ചിലേക്കാണ് പോകുന്നത്. അധികം ആളുകളും ബോട്ട് മാർഗം പോകുന്ന സ്ഥലമാണെങ്കിലും വനത്തിനുള്ളിലൂടെ ഹൈക്ക് ചെയ്ത് പോകുവാനും സാധിക്കും. ഹാവ്ലോക്ക് ജെട്ടിയിൽ നിന്നും രാധാനഗർ ബീച്ചിലേക്കുള്ള റോഡിലൂടെ ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എലിഫന്റ് ബീച്ചിലേക്കുള്ള ഹൈക്കിംഗ് പാതയിൽ എത്തിച്ചേരാം. ഇവിടെ ഹൈക്ക് ചെയ്യുവാൻ ഗൈഡുകളുടെ സേവനം ലഭ്യമാണ്. അതുതന്നെയാണ് അഭികാമ്യവും. കാരണം എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാവുന്ന ചതുപ്പുനിലങ്ങളും മുതലകളുടെ ഭീഷണിയും ഈ വഴിയിലുണ്ട്. ഞാൻ മുന്നിൽ വേറെ യാത്രികരെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഗൈഡ് ഇല്ലാതെ പോകുന്നത്. എൻ്റെ കാൽപാദത്തിൻ്റെ ശബ്ദം കേട്ട് മാളത്തിനുള്ളിൽ ഒളിക്കുന്ന പലതരം ജീവികളെയും കാണാം. അങ്ങനെ എലിഫന്റ് ബീച്ചിൽ എത്തിയിരിക്കുന്നു. സാധാരണയായി സഞ്ചാരികൾ ബോട്ടിലാണ് വരികയെങ്കിലും ഹൈക്കിംഗ് അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. ഇളം നീല നിറത്തിലുള്ള നല്ല തെളിഞ്ഞ വെള്ളം. ഗൈഡ് ഇല്ലാത്തതിനാൽ വേഗം തന്നെ തിരിച്ചു പോകുന്നു. വേറെ ആരെയും കാണാത്തതിനാൽ വഴി തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. മെയിൻ റോഡിൽ എത്തിയിരിക്കുന്നു. ഹാവ്ലോക്ക് ദ്വീപിലെ റോഡുകൾ ഇരുവശങ്ങളും മരങ്ങളാൽ നിറഞ്ഞ് വളരെ മനോഹരമാണ്.
ഇനി പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ച് ആയ രാധാനഗർ ബീച്ചിലേക്കാണ്. സൂര്യാസ്തമയം ആസ്വദിക്കുവാൻ രാധാനഗർ ബീച്ച് വൈകിട്ട് സന്ദർശിക്കുന്നതാണ് ഉചിതം. ഇന്ത്യയിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും ഇവിടം വളരെ വ്യത്യസ്തമായി തോന്നുന്നു. രാധാനഗർ ബീച്ച് വളരെ മികച്ച രീതിയിൽ വികസിപ്പിക്കുകയും പരിപാലിക്കപ്പെട്ടു പോരുകയും ചെയ്യുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ വളരെ വിശാലമായ സൗകര്യം ഇവിടെയുണ്ട്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഷവർ ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. അതിഗംഭീരമായി പരന്നുകിടക്കുന്ന വളരെ മനോഹരമായ ബീച്ച്. ധാരാളം ആളുകളുണ്ടെങ്കിലും രാധാനഗർ ബീച്ചിൻ്റെ വിശാലതയിൽ തിരക്ക് അത്രത്തോളം അനുഭവപ്പെടുന്നില്ല എന്നതാണ് സത്യം. കടൽ തീരത്തുള്ള വൻ മരങ്ങൾ ഈ ബീച്ചിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഇവിടം ധാരാളം റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നേരം ഇരുട്ടിയിരിക്കുന്നു. നാളെ അതിരാവിലെ ഹാവലോക്കിനോട് വിട പറയും. നീൽ അഥവാ ഷഹീദ് ദ്വീപിലേക്ക് പകൽ 5:30 ബോട്ട് പിടിക്കണം.